പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വേദഭാഗമാണ് ഇന്ന് പകൽക്കാലം നമുക്ക് വായിച്ചു കേൾക്കുവാനിടയായത്. ഹല്ലേലൂയ. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. സ്തോത്രം. സമാധാനത്തിനു വേണ്ടി പല കാര്യാദികളിൽ പല കാര്യങ്ങളിൽ ഏർപ്പെടുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. എന്നാൽ ബൈബിളിൽ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. സ്തോത്രം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ആർക്കൊക്കെയാണ് ഇന്ന് പകൽക്കാലം ആവശ്യം? ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ? ഇന്ന് പകൽക്കാലം ആ സമാധാനം നിൻ്റെ ഭവനത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, നിൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ, സ്തോത്രം, നിന്നിൽ ദൈവികമായ സമാധാനം നിറയ്ക്കുവാൻ സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നീ ദൈവസന്നിധിയിൽ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുമെങ്കിൽ, ദൈവം വചനപ്രകാരമായിരിക്കുമെങ്കിൽ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുവിങ്കിലേക്ക് കാക്കുവാനിടയാകും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് ഹല്ലേലൂയ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവികമായൊരു സമാധാനം പ്രാപിക്കുവാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ആ ദൈവികമായൊരു സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തു യേശുവിങ്കിൽ കാക്കുകയും ഇടയാകും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വചനചിന്തയിൽ നിന്നും ഇരുന്നു കൊള്ളുന്നു. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.